സാറേ, സുപ്രീം കോടതിയിൽ ഒന്നിലധികം ജഡ്ജിമാർ വിധി പറയാനിരിക്കുമ്പോൾ ചിലപ്പോൾ പല അഭിപ്രായങ്ങളുണ്ടാകും. ഇവിടെ 2 ജഡ്ജിമാരുണ്ടായിരുന്ന ഒരു ബെഞ്ചിൽ 2 ജഡ്ജിമാരും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ആൾക്ക് നീതി കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ കിഴക്കൻ മേഖലയിലെ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അല്ലെ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ സാറിന് വ്യക്തമാക്കാമോ? അതായത് ഈ സുപ്രീം കോടതിയിൽ സിംഗിൾ ബെഞ്ചില്ല. സുപ്രീം കോടതിയിലെ സിംഗിൾ ബെഞ്ച് എന്ന് പറയുന്നത് 2 ജഡ്ജിമാരിരിക്കുന്നതാണ് അവിടുത്തെ ബെഞ്ച്. ഭരണഘടനയാണല്ലോ, ഭരണഘടനാ കോടതിയാണ്. അപ്പോൾ ഭരണഘടന 2 ജഡ്ജിമാരിരിക്കും. അത്യപൂർവമായിട്ട് ഇവർക്ക് തമ്മിൽ 2 പേർക്കും 2 അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ വിഭജിക്കപ്പെട്ടു അഭിപ്രായങ്ങളുടെ, നിയമപരമായ അഭിപ്രായങ്ങളുടെ പേരിൽ വിഭജിക്കപ്പെട്ട് അഭിപ്രായങ്ങൾ വരും. കിഴക്കൻ നമ്മുടെ ഇതുണ്ടല്ലോ, ട്രൈബൽ ഏരിയ, ആ ട്രൈബൽ നോർത്ത് ഈസ്റ്റേൺ ഏരിയ, അവിടെ ഈ അടുത്ത കാലത്ത് ക്രിസ്തുമതം സ്വീകരിച്ച ഒരു ഹിന്ദു ട്രൈബിൽപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ഹിന്ദു ശ്മശാനത്തിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരം ശവമടക്ക് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഹിന്ദു ശ്മശാനത്തിൻ്റെ കസ്റ്റോഡിയൻ അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. ഈ പ്രശ്നമാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത്. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇതിനകത്തൊരു മതപരമായ പ്രശ്നമുണ്ട്, അനുഷ്ഠാനങ്ങളുടെ പ്രശ്നമുണ്ട്, പിന്നെ വിശ്വാസങ്ങളുടെ പ്രശ്നമുണ്ട്. ഇതൊക്കെയുണ്ട്. ഈ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചിട്ട് ക്രൈസ്തവ സിമിത്തേരിയിൽ അടക്കം ചെയ്താൽ മാത്രമേ ക്രൈസ്തവമായ ജീവിത രീതിയിലെ പരിപൂർണത എത്തുകയുള്ളൂ. അതാണ് പുറത്താക്കപ്പെട്ടുന്നവർക്ക് തെമ്മാടിക്കുഴി കൊടുക്കുന്നതിൻ്റെ കാരണം. പണ്ട് കാരണം അവർ പൂർണ്ണ ക്രിസ്ത്യൻസ് അല്ല. ഒരു പൂർണ്ണ ക്രിസ്ത്യാനിയാണെങ്കിൽ അയാൾ മാമോദീസ മുക്കി ബാപ്റ്റിസം സ്വീകരിക്കുകയും അതിനുശേഷം പിന്നെ ക്രിസ്തുമത അനുയായിയായിട്ട് ജീവിക്കുകയും വിവാഹം ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുകയും ക്രിസ്തുമതത്തിൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ബാക്കി ആചാരാനുഷ്ഠാനങ്ങൾ അന്ത്യകൂദാശ അടക്കം കൈപ്പറ്റി മരിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ സിമിത്തേരിയിൽ അടക്കം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുഴിച്ചിട്ടാണ് ചെയ്യാറില്ല, അടക്കം ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുദേവൻ്റെ 2ാം വരവിൽ ഈ മരിച്ച ആത്മാക്കൾ മുഴുവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള സങ്കല്പത്തിലാണ്. ആ യേശുദേവൻ്റെ 2ാം വരവിൽ ഈ മരിച്ച ആത്മാക്കൾ മുഴുവൻ ഉയർത്തെഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ രീതിയിൽ ക്രൈസ്തവ സിമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കണം. ഇതാണ് അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യം. ഹിന്ദുക്കൾക്ക് അങ്ങനെയല്ല. ഹിന്ദുക്കളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇവരെ കത്തിച്ച് കളയണം, കത്തിച്ചിട്ട് ചാരമാക്കി കൊണ്ടേ കളയണം. അത് ഹൈന്ദവ ആചാരപ്രകാരമാണ്. ഇവിടെ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ ശ്മശാനത്തിൽ ക്രൈസ്തവ ആചാരപ്രകാരം ശവസംസ്കാരം നടത്തണമെന്നാണ്. അതിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നാഗരത്നമ്മ പറഞ്ഞു, ഈ മരണത്തിൽ ഇങ്ങനെയൊന്നും നോക്കേണ്ടതില്ല, ആർക്കും എവിടെയും എങ്ങനെയും ആകാം. അപ്പോൾ അതിന് കാരണം അവരതിന് ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഹോസ്റ്റൈൽ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ എന്നാണ്. മതത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ശത്രുതാപരമായ ഒരു വിഭാഗീയത ഇതിനകത്തുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇത് നാഗരത്ന പറഞ്ഞു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന സതീഷ് ചന്ദ്ര ശർമ്മ പറഞ്ഞു, എസ് സി ശർമ്മ എന്ന് പറഞ്ഞ ജഡ്ജി പറഞ്ഞു അങ്ങനെയല്ല. കാരണം ഇതിലിങ്ങനെ വിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മരിച്ച ഡെഡ് ബോഡിയുടെ സ്വാഭാവികമായ അവകാശം സംരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ക്രൈസ്തവ സിമിത്തേരിയിൽ തന്നെ അടക്കം ചെയ്യണം, മറ്റുള്ളത് സാധ്യമല്ല. ഇതിപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അത് സുപ്രീം കോടതി ഇനി ഇതിൻ്റെ ഒരു വീണ്ടും വിചാരത്തിലേക്ക് പോകണം. പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഇത് തെറ്റാണോ ശരിയാണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇതിനകത്ത് പ്രസക്തിയില്ല. യുക്തി വെച്ചുകൊണ്ട് നമുക്കിതിനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ യേശുദേവൻ്റെ 2ാം വരവ് ക്രിസ്ത്യാനികളുടെ മുഴുവൻ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സെക്കൻഡ് കമ്മിങ് എന്ന പേരിൽ W.B. യേറ്റ്സ് ഒരു മനോഹരമായൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയുടെ ടൈറ്റിൽ സെക്കൻഡ് കമ്മിങ് എന്നാണ്.
അതിനകത്താണ് ആ കവിതയിലാണ് പറയുന്നത് സെൻറ്റർ കനോട്ട് ഹോൾഡ് തിങ്സ് വിൽ ഫാൾ എപ്പാർട്ട് എന്ന്. ഒരു കേന്ദ്രീകൃതമായ ശക്തി ശിഥിലമായി പോയി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ശിഥിലമായി പോകും എന്ന ഒരു സന്ദേശം WB യേറ്റ്സ് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന ഗംഭീരമായ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. മനോഹരമായ കവിതയായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. ഈ ഡെഡ് ബോഡിയുടെ അവകാശത്തെക്കുറിച്ച് ഏറ്റവും ഗഹനമായി ചിന്തിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫോക്ലീസിൻ്റെ ആൻറ്റിഗണി എന്ന് പറയുന്ന നാടകത്തിലാണ്. ആൻറ്റിഗണി എന്ന് പറയുന്ന നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം ഒരു സ്ത്രീയാണ്. ആ കേന്ദ്ര കഥാപാത്രം ഇപ്പോഴാണല്ലോ നമുക്ക് ഈ സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രങ്ങളൊക്കെ ആൻറ്റിഗണിയിലെ കേന്ദ്ര കഥാപാത്രം സ്ത്രീയാണ് അന്നത്തെ കാലത്ത്. എന്ന് മാത്രമല്ല ആ സ്ത്രീ രാജാവിൻ്റെ അധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം സഹോദരൻ്റെ മൃതശരീരത്തിന് ലഭിക്കേണ്ട നീതിക്ക് വേണ്ടി പോരാടിയ കക്ഷി കൂടിയാണ്. അതിലാണ് ദ റൈറ്റ് ഓഫ് ദ ഡെഡ് ബോഡിയെക്കുറിച്ച് പാശ്ചാത്യ ലോകത്ത് ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു മൃതശരീരത്തിന് അതിൻ്റെ അധികാരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം രാജ്യദ്രോഹത്തിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ ഡീസൻറ്റ് ഫ്യൂണറൽ അർഹിക്കുന്നില്ല, ഒരു മാന്യമായ ശവസംസ്കാരം അർഹിക്കുന്നില്ല എന്ന് രാജാവ് വിധിച്ചപ്പോൾ ആ മൃതശരീരം എടുത്ത് ഡീസൻ്റായിട്ടുള്ള ഫ്യൂണറൽ ചെയ്യാൻ വേണ്ടി നിയുക്തയാക്കപ്പെട്ട ഈ ആൻറ്റിഗണി എന്ന് പറയുന്ന കഥാപാത്രം, സോഫോക്ലിസിൻ്റെ കഥാപാത്രം മൃതശരീരത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഒരു മൃതശരീരത്തിൻ്റെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടത് ജീവിച്ചിരിക്കുന്നവരിലൂടെയാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യതയാണിത്. ആ ബാധ്യതകൾ നിറവേറ്റപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അതത് ജാതി മത വിശ്വാസം അനുസരിച്ചിട്ടാണ് ഇന്ത്യയിൽ. കാരണം ഒരാൾക്ക് ഏത് തരത്തിലുള്ള ശവസംസ്കാരം വേണം എന്നുള്ള കാര്യം അയാളുടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് തീരുമാനമാക്കപ്പെടുന്നത്. അത് തെറ്റോ ശരിയോ അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ അതാണ് നമ്മുടെ ഒരു രീതി. ഇപ്പോൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ക്രിസ്തുമത ആചാരപ്രകാരം ജീവിച്ചതാണ് എന്നുണ്ടെങ്കിൽ അയാൾ ക്രിസ്തുമത ആചാരപ്രകാരം മരിക്കുകയും മരണാനന്തരമായ ചരമശുശ്രൂഷ ലഭിക്കുകയും ചെയ്താൽ മാത്രമേ അയാൾക്ക് എന്ത് കിട്ടുള്ളൂ? അയാൾക്ക് ഈ മോക്ഷം കിട്ടുള്ളൂ, ലിബറേഷൻ. കാരണം യേശുദേവൻ്റെ രണ്ടാം വരവിനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ രണ്ടാം വരവിനെ കാത്തിരിക്കുന്ന യേശുദേവൻ്റെ രണ്ടാം വരവ് വരുമ്പോൾ സിമിത്തേരിയിൽ നിന്ന് എല്ലാ ആത്മാക്കളും പുനരുദ്ധരിക്കപ്പെടുമ്പോൾ ആ സിമിത്തേരിയിൽ ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം പുനരുദ്ധരിക്കപ്പെടാതിരിക്കും എന്നൊരു സങ്കല്പം കൂടി അവരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ്. ഇതൊരു വളരെ വളരെ ആഴമേറിയ ഒരു വിശ്വാസത്തിൻ്റെയും കൂടി പ്രശ്നമാണ്. അത്തരം പ്രശ്നങ്ങളിൽ കോടതികൾ ഇടപെടാതിരിക്കുന്നതാണ് കോടതികൾക്ക് നല്ലത്. അത് അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസം അനുസരിച്ച് അവർ ചെയ്യട്ടെ എന്ന് വെക്കലാണ്. കാരണം ഇപ്പോൾ ഈ ഹിന്ദു ശ്മശാനത്തിൽ ക്രൈസ്തവ ആചാരപ്രകാരം വേണം എന്നാവശ്യപ്പെടുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അല്ല, അതൊരു പ്രത്യേക സമുദായത്തിൻ്റെ അതൊരു പ്രത്യേക സമുദായത്തിനും ഒരു പ്രത്യേക അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ, ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ, ഇതൊക്കെ അർത്ഥശൂന്യമായ ചോദ്യങ്ങളാണ്. കാരണം മനുഷ്യരങ്ങനെ വിശ്വസിക്കുന്നു. മനുഷ്യരെല്ലാം യുക്തി കൊണ്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. മനുഷ്യന് വേറെ യുക്തിക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടി ഇടപെട്ടുകൊണ്ടും അതിൽ ലയിച്ചുകൊണ്ടൊക്കെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നത് എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദ്യം ചോദിക്കുന്നത് അസ്ഥാനത്താണ്. അത് ശരിയുമല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കോടതികൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ന്യായമായിട്ടും വരുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കോടതികൾക്ക് റിച്വൽസിൻ്റെ കാര്യത്തിൽ കോടതി എന്ത് പറയാനായിട്ടാണ്? എന്ത് പറയും കോടതി? അതിനെവിടെയാണ് ഒരു ലീഗൽ എൻട്രിക്ക് സ്കോപ്പുള്ളത്? ഇവിടെ തന്നെ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലണം എന്നുള്ള കാര്യത്തിൽ കോടതിക്ക് ഇടപെടാൻ സാധ്യമല്ല. പോലീസ് ഇടപെടുന്നത് അതിൻ്റെ പേരിൽ എന്തുണ്ട്, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാകുമെങ്കിൽ മാത്രമേ പോലീസ് ഇടപെടൂ, അല്ലെങ്കിൽ പോലീസും ഇടപെടില്ല. അങ്ങനെ ഇടപെടാൻ പാടില്ല. ഇവർക്ക് എങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുമെന്ന്? ഒരു റിച്വലിൻ്റെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള എക്യുപ്മെൻറ്റ് കോടതിക്കില്ല. ആ റിച്വൽ
നമ്മുടെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെയും ക്രമസമാധാനത്തെയും മനുഷ്യൻ്റെ മൗലിക അവകാശത്തെയും ലംഘിക്കുന്നുണ്ട് എങ്കിൽ മാത്രമല്ലേ ഇടപെടാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. മതവിശ്വാസം തന്നെ മനുഷ്യൻ്റെ മൗലികാവകാശത്തിൻ്റെ ഭാഗമായിരിക്കുക ആർട്ടിക്കിൾ 25 അനുസരിച്ചിട്ട് അതിൽ പ്രകാരം ജീവിക്കാനും മരിക്കാനും ശവമടക്കും അതിൽ അന്തർലീനമായതുകൊണ്ട് അതിനകത്ത് കോടതി വിശേഷിച്ചിടപെട്ടുകൊണ്ട് ഇതിവിടെ വേണ്ട അവിടെ മതി എന്ന് പറയാനായിട്ട് സാധ്യമല്ല. പക്ഷേ കോടതി അതിനകത്ത് ഇടപെട്ട്. കോടതി ഇടപെട്ടത് തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ ആദ്യമേ പറയേണ്ടതാണ് ഇത് അവരവരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അവർ പറയേണ്ടത്. അപ്പം അല്ലാതെ ഇതിനകത്ത് കയറിയിട്ട് സുപ്രീം കോടതിയാണ് ഏത് വിഷയത്തിലും കയറി അഭിപ്രായം പറയാം, തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്തിമമാണ് എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്തതെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇപ്പോൾ ഒരു നാളെ വന്നുണ്ട് ഈ 18 പടിയുടെ ആവശ്യമില്ല, അത് വളരെ സ്റ്റീപ്പായിട്ട് കിടക്കുകയാണ്. അത് ഒന്നുകിൽ ഒരു 10-36 പടിയായി കഴിഞ്ഞാൽ ആളുകൾക്ക് കയറിപ്പോകാൻ എളുപ്പമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതൊരു 36 പടിയാക്കി ഇടണമെന്ന് പറഞ്ഞിട്ട് കോടതിക്ക് ഉത്തരവിറക്കാൻ പറ്റുമോ? പറ്റില്ല. അതെന്താ പറ്റാത്തത്? ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. അത് തന്നെയാണ് പ്രശ്നം. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിയായി ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ബാപ്റ്റിസം കഴിയുമ്പോഴാണ് ക്രിസ്ത്യാനിയാകുന്നത്. ബാപ്റ്റിസം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റാണ്. എന്താണ് ആ കോൺട്രാക്റ്റ്? ഈ കുട്ടിയെ ക്രൈസ്തവ മതവിശ്വാസ പ്രകാരം വളർത്തിക്കൊള്ളാമെന്ന് അച്ഛനമ്മമാർ ക്രൈസ്തവ സഭയുമായിട്ട് ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റാണ് ഈ ബാപ്റ്റിസം. അവർ വളർത്തിക്കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം വിവാഹം, അതും ആചാരപ്രകാരം നടത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ മരണമാണ്, അതും ആചാരപ്രകാരം നടത്തണം. അതിനൊക്കെ എന്താ യുക്തി എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒരു യുക്തിയും ആവശ്യമില്ല എന്നുള്ളതാണ് മറുപടി. മനുഷ്യൻ്റെ വിശ്വാസമാണ്, അവരത് വിശ്വസിക്കുന്നു. അതിൽ എന്തുകൊണ്ട് സിമിത്തേരികൾ സംരക്ഷിക്കപ്പെടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുദേവൻ്റെ 2ാം വരവിനായി കാത്തിരിക്കുകയാണ് പരേതാത്മാക്കൾ. ആ 2ാം വരവ് വരുമ്പോൾ ഇവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരും. അതുകൊണ്ടാണ് ഇവരെ ഫുൾ സ്യൂട്ടിലാണ് അടക്കം ചെയ്യുന്നത്. അതെ. ഒരു ഡെഡ് ബോഡി അടക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുൾ സ്യൂട്ടിലാണ്. കാരണം യേശുദേവൻ്റെ 2ാം വരവ് വരുമ്പോൾ അവരതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് ഇവരുടെ വിശ്വാസം. ഹിന്ദുക്കൾക്ക് അതില്ല. ഇത് ചാരമായി പോകും. ജന്തുക്കൾ ഭക്ഷിച്ച് കഷ്ടിച്ചു പോകില്ല, അല്ലെങ്കിൽ വെന്തു വെണ്ണീറായി തീർന്നിടാം, മണ്ണിന് കീഴിൽ കൃമികൾക്ക് ആഹാരമായി തീരാം എന്നൊക്കെയാണ് ഇത്. പക്ഷെ മറ്റവർക്ക് അതല്ല. അതിലേത് വിശ്വാസമാണ് ശരി എന്ന് നിശ്ചയിക്കാൻ കോടതിക്ക് പറ്റുമോ? പറ്റില്ല. അപ്പോൾ അങ്ങനെ പറ്റാത്തിടത്തോളം കാലം കോടതിക്ക് സന്മനസ്സുണ്ടായിട്ട് അതിലിടപെടാതിരിക്കുന്നതാണ് ഉചിതം. ഇതിനകത്തിന് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ കോടതിക്ക് വേറെ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ലാർജർ ബെഞ്ചിന് വിടാം, അല്ലെങ്കിൽ ഒരു 3ാമത്തെ ജഡ്ജും കൂടി 3rd ജഡ്ജിക്ക് വിടാം. അപ്പോൾ കാലം പിന്നെയും വൈകുമല്ലേ? അത് കാലം വൈകും. ഡെഡ് ബോഡി അല്ല, കോടതിയിലേക്ക് നമ്മളൊരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ എന്ന് നീതി കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പ് ഒരാൾക്കും ഇല്ല. കാത്തിരിക്കാനേ പറ്റൂ. അതിനിടയ്ക്ക് ചത്തുപോയി കഴിഞ്ഞാൽ അവർ ഭാഗ്യവാന്മാർ. നമുക്കും കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.